ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച തിരുസഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളിൽ നിന്നും തിരുക്കുടുംബത്തെ പറ്റിയുള്ള ധ്യാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ചിന്ത പങ്കുവെച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ക്രിസ്തുമസ് ദിനത്തിൽ നഗരത്തിനും ലോകത്തിനുമുള്ള ഉർബി എത് ഒർബി സന്ദേശം അവസാനിപ്പിച്ചത്. പരിശുദ്ധ പിതാവ് പറഞ്ഞു, ഈശോ കാലിത്തൊഴുത്തിലാണ് പിറന്നത്, പക്ഷേ അവൻ മറിയത്തിൻ്റെയും യൗസേപ്പ് പിതാവിൻ്റെയും സ്നേഹത്തിൽ പൊതിയപ്പെട്ടിരുന്നു. സ്നേഹത്തിൻ്റെ ഭാഷ കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സമസ്യയാണ് കുടുംബം എന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധ പിതാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ക്രിസ്തുമസ് ദിനത്തിൽ നാം ഒക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് പുൽക്കൂടുകൾ ഒരുക്കി. അതിൽ ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും യൗസേപ്പ് പിതാവിൻ്റെയും ഒക്കെ രൂപങ്ങൾ നാം പ്രതിഷ്ഠിച്ചു. ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ പുൽക്കൂടിൻ്റെ മുൻപിൽ നിന്നും ഒരല്പം പിൻപിലേക്കിറങ്ങി പുൽക്കൂടിനെ മൊത്തത്തിലൊന്ന് കണ്ട് ധ്യാനിക്കുവാൻ തിരുസഭ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നു. വീടിൻ്റെ നടുമുറ്റത്ത് നാം പുൽക്കൂട് ഒരുക്കിയെങ്കിൽ നസ്രത്തിലെ തിരുക്കുടുംബത്തെ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് പരച്ചു നടുവാനുള്ള ആഹ്വാനമാണ് ഈ തിരുനാൾ ദിനം തിരുസഭ നമുക്ക് നൽകുന്നത്. ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2-ാം അധ്യായത്തിലെ 13-14 വാക്യങ്ങളും 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുമാണ്. ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുന്നത് പോലെ നിരവധിയായ സംഭവങ്ങൾ തിരുക്കുടുംബത്തിലും സംഭവിക്കുന്നതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവിടെ സംഭവിച്ച പല സംഭവങ്ങളിൽ ഒരു പ്രത്യേക സംഭവത്തെ മാത്രം ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി തിരുസഭ നൽകുകയാണ്. അത് തിരുക്കുടുംബത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായനവും അവിടെ നിന്ന് നസ്രത്തിലേക്കുള്ള തിരിച്ചുവരവുമാണ്. ഒളിച്ചോടുന്നവരെ, പേടിച്ച് രക്ഷപ്പെടുന്നവരെയൊക്കെ നാം ഭീരുക്കൾ എന്നാണ് സാധാരണ വിളിക്കാറ്. എന്നാൽ യൗസേപ്പ് പിതാവിൻ്റെ ഈ പലായനത്തെ ഒരു ധീരൻ്റെ ധീരതയാർന്ന പ്രവൃത്തിയായി വ്യാഖ്യാനിക്കുവാനാണ് എനിക്കിഷ്ടം. കാരണം കണ്ടും തൊട്ടും അറിഞ്ഞാൽ മാത്രമേ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആളുകളുള്ള ഈ കാലഘട്ടത്തിൽ സ്വപ്നത്തിൽ ദൈവം കൊടുത്ത ദർശനത്തെ പിൻചെന്ന് പലായനം ചെയ്യുന്ന യൗസേപ്പ് പിതാവ് എന്നും ധീരതയുടെ ഒരു മാതൃക തന്നെയാണ്. എന്നാൽ ഈ കുടുംബത്തെ തിരുക്കുടുംബമാക്കിയത് ദൈവീക പദ്ധതികളുടെ മേലുള്ള യൗസേപ്പ് പിതാവിൻ്റെ വിധേയത്വത്തോട് തൻ്റെ വിധേയത്വത്തെ ചേർത്തുവച്ച പരിശുദ്ധ മറിയത്തിൻ്റെ നിലപാടുകളും താൻ മൂലമാണ് ഈ ദുരിതം തൻ്റെ കുടുംബത്തിനുണ്ടായതെന്ന് അറിയാമായിരുന്നിട്ടും തൻ്റെ മാതാപിതാക്കൾ അത് മനസ്സിലാക്കുമെന്നറിഞ്ഞ് അവരോടൊപ്പം ചേർന്ന് നിന്ന ബാലനായ ഈശോയുടെ പക്വതയാർന്ന സമീപനവുമാണ്. സദാ പ്രതികൂലങ്ങളുടെ കാറ്റു വീശിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ദാമ്പത്യ ജീവിതവും കുടുംബങ്ങളും നിലനിൽക്കുന്നതിനാവശ്യമായ ചില കരുതലുകളെപ്പറ്റി ബോബി ജോസ് കട്ടിക്കാടച്ചൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പറുദീസ നഷ്ടത്തിനു ശേഷം തകർന്നു നിൽക്കുകയാണ് ആദമെന്ന ആദിപിതാവിൻ്റെ പ്രിയ സഖി. അവൾ നിമിത്തം മരണം വന്നുവെന്ന് സമസ്ത പ്രപഞ്ചവും അവളെ കുറ്റപ്പെടുത്തുന്നു. അയാളും കൂടെയില്ലെങ്കിൽ ഇനി അവൾക്കാരുമില്ല. അത് അവളേക്കാൾ കൂടുതൽ അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു, ഹൗവ. ആ വാക്കിൻ്റെ അർത്ഥം ജീവനുള്ളവരുടെ അമ്മയെന്നാണ്. അങ്ങനെ അയാൾ അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ നാളം അണയാതെ കാത്തു. അലഞ്ഞു നടക്കുന്ന ഭർത്താവിനെ പ്രഭോ എന്ന് വിളിക്കുക വഴി സാറ അബ്രാഹത്തോട് ചെയ്തതും അതുതന്നെയാണ്. ഇപ്രകാരം പ്രതികൂലങ്ങളുടെ കാറ്റിൽ അണഞ്ഞു പോകേണ്ടിയിരുന്ന ഒരു കുടുംബത്തെ കരുതലോടെ കാത്തവനാണ് തച്ചനായ യൗസേപ്പ്. പരസ്പരം ശരീരത്തിൻ്റെ കാവൽക്കാരായി മാത്രം അവശേഷിക്കുന്ന കുടുംബങ്ങൾ ഏറി വരുന്ന ഈ കാലത്ത് യൗസേപ്പ് പിതാവും കന്യകയായ മറിയവും പുത്രനായ ഈശോയും എന്നും ഒരു അത്ഭുതമാണ്. നിരവധിയായ കുടുംബങ്ങളിൽ ഇന്ന് അസ്വസ്ഥതകൾ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം വിധേയത്വം എന്നതിനെ സ്നേഹത്തിന് മാത്രം മനസ്സിലാകുന്ന സ്വാഭാവിക താളമായി തിരിച്ചറിയാതെ നുകത്തിൻ്റെ ഭാഷ കൊണ്ട് അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. 2013 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയുടെ തലവനായി സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം 2013-2014 വർഷങ്ങളിൽ പലയിടങ്ങളിലായി പരിശുദ്ധ പിതാവ് പങ്കുവച്ച കുടുംബത്തെ പറ്റിയുള്ള ചില ചിന്തകൾ ചേർത്തു വെച്ചുകൊണ്ട് റോം റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു ചാനൽ പോപ്പ് ഫ്രാൻസിസ് 8 ടിപ്സ് ടു ഇംപ്രൂവ് ഫാമിലി ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുകയുണ്ടായി. പരിശുദ്ധ പിതാവ് പല അവസരങ്ങളിലായി പങ്കുവച്ച കുടുംബം നന്നായി മുൻപോട്ട് പോകുവാൻ ആവശ്യമായ 8 ടിപ്സ്, അവയെപ്പറ്റി ചിന്തിക്കുന്നത് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസം നമ്മുടെ കുടുംബങ്ങളെയും
ദൈവിക പദ്ധതിക്കനുസൃതമായി ക്രിയാത്മകമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുമെന്ന് കരുതുകയാണ്. ഒന്നാമതായി നമുക്കുണ്ടാവേണ്ടത് യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയുള്ള ചില തിരിച്ചറിവുകളാണ്. 2014 ഓഗസ്റ്റ് 20 പരിശുദ്ധ പിതാവ് നടത്തിയ ഒരു പ്രസംഗത്തിൽ തൻ്റെ തന്നെ കുടുംബത്തെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മാർപ്പാപ്പയായ തനിക്കും ഒരു കുടുംബമുണ്ട്. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. തൻ്റെ സഹോദരന്മാർക്കെല്ലാം കൂടി 16 കുട്ടികളുമുണ്ട്. ഈ 16 പേരിൽ ഒരാൾ കാർ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അവയെ ഉൾക്കൊള്ളുവാൻ നാം പഠിക്കണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയായിരുന്നു. 2013 ഒക്ടോബർ 4 പരിശുദ്ധ പിതാവ് വളരെ രസകരമായ രീതിയിൽ ഒരു സന്ദേശം പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ പാപ്പ പറഞ്ഞു, കുടുംബങ്ങളിൽ നിങ്ങൾ വേണ്ടപ്പോഴൊക്കെ വഴക്ക് കൂടിക്കൊള്ളുക, പാത്രങ്ങൾ എടുത്ത് എറിയാൻ തോന്നിയാൽ എറിയുക. പക്ഷേ ഒരിക്കലും സമാധാനം പുനഃസ്ഥാപിക്കാതെ ഒരു ദിവസം അവസാനിപ്പിക്കാൻ പാടില്ല. ഈ സമാധാനം ഉണ്ടാകാനായിട്ട് നമ്മൾ UN പ്രതിനിധികളെ ഒന്നും നിങ്ങളുടെ വീട്ടിൽ വരുത്തേണ്ട കാര്യമില്ല. മറിച്ച് വെറുതെ ഒരു ഓക്കെ ബൈ നാളെ കാണാം എന്നൊക്കെയുള്ള സ്നേഹത്തോടെയുള്ള പ്രകടനങ്ങൾ മാത്രം മതി. എന്നിട്ട് നാളെ വേണമെങ്കിൽ വീണ്ടും അടുത്ത വഴക്ക് തുടങ്ങിക്കൊള്ളൂ. കുടുംബങ്ങളിൽ ഇപ്രകാരമുള്ള വഴക്കുകളും പിണക്കങ്ങളുമൊക്കെ സ്വാഭാവികമാണെന്നും അവയെ ക്രിയാത്മകമായി കണ്ട് എപ്രകാരമാണ് കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്നും പരിശുദ്ധ പിതാവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 2014 ഒക്ടോബർ 5 പരിശുദ്ധ പിതാവ് കുടുംബങ്ങളോട് സംസാരിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് സംസാരിച്ചത്. ബൈബിൾ അത് കുടുംബത്തിൽ ഷെൽഫിൽ വയ്ക്കാനുള്ള ഒരു വസ്തുവല്ല, മറിച്ച് കയ്യിൽ പിടിക്കുവാനുള്ള വിശുദ്ധ ഗ്രന്ഥമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കോ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെയായി ഒന്നിച്ചിരുന്നോ അത് വായിക്കണം. വൈകുന്നേരങ്ങളിലോ ഞായറാഴ്ചകളിലോ ഒക്കെ അത് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് വഴിയായി ദൈവവചനത്തിൻ്റെ ശക്തിയാലും പ്രകാശത്താലും കുടുംബം മുൻപോട്ട് പോകും. നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ കുടുംബ പ്രാർത്ഥനകളെയൊക്കെ എത്രമാത്രം കാര്യമായി എടുക്കേണ്ടതാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2014 സെപ്റ്റംബർ 15 പരിശുദ്ധ പിതാവ് പങ്കുവച്ച ഒരു സന്ദേശമാണ് കുടുംബജീവിതം മുൻപോട്ട് നയിക്കുന്നതിനാവശ്യമായ 4ാമത്തെ ടിപ്പ്. ഈ കുടുംബജീവിതം നമ്മിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു യാത്രയാണ്. പലപ്പോഴും പ്രതിസന്ധികളും തകർച്ചകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇതാണ് ജീവിതമെന്ന് തിരിച്ചറിയുക. പരിശുദ്ധ പിതാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് കുടുംബം നന്നായി മുൻപോട്ട് പോകുന്നതിനാവശ്യമായ ചില ഡിമാൻഡുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു, ചില വിട്ടുവീഴ്ചകൾ, ചില വേണ്ടെന്ന് വയ്ക്കലുകൾ, ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള നമ്മുടെ തീരുമാനങ്ങൾ, ഇവയൊക്കെ കുടുംബം നന്നായി മുൻപോട്ട് പോകുവാൻ സുപ്രധാനമായ കാര്യങ്ങളാണ്. 2014 ജൂൺ 2 പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ് 5ാമത്തെ ടിപ്പായി നമുക്ക് മുൻപിലുള്ളത്. കുടുംബങ്ങൾക്ക് തീരെ അനുയോജ്യമല്ലാത്ത ഒരു സംസ്കാരത്തെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയാണ്. കുറേ വർഷമായി സൗകര്യങ്ങളുടെയും സുഖങ്ങളുടെയും മാത്രം പിറകെ പോകുന്ന ഒരു സംസ്കാരം വളർന്നു വന്നിട്ടുണ്ട്. ഈ സംസ്കാരം കുടുംബങ്ങളോട് പറയുന്നത് കുട്ടികളൊന്നും ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോകം ചുറ്റിക്കറങ്ങി നടക്കാം, അവധിയെടുക്കാം, അങ്ങനെ സ്വസ്ഥമായി ജീവിക്കാം. ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണെന്നും മക്കൾ ഓരോ കുടുംബത്തിൻ്റെയും ഐശ്വര്യമാണെന്നും പരിശുദ്ധ പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കുടുംബങ്ങൾ ഉണ്ടാകുന്നതിനായി സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി മക്കൾ വേണ്ടെന്ന് വയ്ക്കുന്ന കുടുംബങ്ങൾ, തലമുറകൾ നമ്മുടെ സമൂഹത്തിൽ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. 6ാമത്തെ ടിപ്പായി അവതരിപ്പിക്കുന്നത് കുട്ടികളോടുള്ള മാതാപിതാക്കളുടെ സമീപനമാണ്. 2014 ജൂൺ 16 പരിശുദ്ധ പിതാവ് നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, വിവാഹിതരായ യുവാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും തങ്ങളുടെ മക്കളെപ്പറ്റി പറയാറുണ്ട്. അപ്പോൾ പരിശുദ്ധ പിതാവ് അവരോട് ഒരു ചോദ്യം എപ്പോഴും ചോദിക്കും, നിങ്ങളുടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? മിക്കവാറും അപ്പന്മാർ പറയും, ഞാൻ അതിരാവിലെ ഉണർന്ന് ജോലിക്ക് പോകും, അപ്പോൾ അവർ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. വൈകി തിരിച്ചെത്തുമ്പോൾ അവർ വീണ്ടും കിടന്നിട്ടുണ്ടാകും. പരിശുദ്ധ പിതാവ് പറയുന്നു, ഇതല്ല ശരിക്കുമുള്ള ജീവിതം. അതുകൊണ്ട് മക്കളോടൊത്തായിരിക്കാൻ, കുടുംബാംഗങ്ങളോടൊത്തായിരിക്കാൻ, അവരോടൊത്ത് അല്പസമയം പങ്കിടുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമ്പോഴാണ് സന്തോഷകരമായ, ആനന്ദകരമായ ഒരു കുടുംബം പുലരുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. 7ാമതായി നാം ശ്രദ്ധിക്കേണ്ടത്
കുട്ടികളുടെ അമിതമായ ടെക്നോളജി ഉപയോഗത്തെപ്പറ്റിയാണ്. 2014 ഓഗസ്റ്റ് 6 പരിശുദ്ധ പിതാവ് പങ്കുവച്ച ഒരു സന്ദേശത്തിൽ കുട്ടികളുടെ ഇപ്രകാരമുള്ള ടെക്നോളജിയുടെ ഉപയോഗത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഒത്തിരി കുട്ടികളും യുവാക്കളും അനാവശ്യമായി ഫോണിൽ കളിച്ചും ഇൻ്റർനെറ്റിൽ ചാറ്റ് ചെയ്തും സമയം പാഴാക്കി കളയാറുണ്ട്. അത് പലപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ മൂല്യത്തെ ഇടിച്ചു കളയുന്നതിൽ വലിയ പങ്കു വഹിക്കാറുണ്ട്. സത്യത്തിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത് എന്നതിൽ നിന്ന് ഇത് അവരെ അകറ്റിക്കളയുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ശരിയായ ഉപയോഗത്തെ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അവസാനമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് വൃദ്ധരായ മാതാപിതാക്കളെ എപ്രകാരം കരുതണമെന്നതിനെ പറ്റിയാണ്. 2014 സെപ്റ്റംബർ 28 പരിശുദ്ധ പിതാവ് തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു, ഒരു കുടുംബത്തിൻ്റെ വളരെ മനോഹരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളെ ലാളിക്കുക എന്നതും കുടുംബങ്ങളിലെ വൃദ്ധരായ മാതാപിതാക്കളെ കുട്ടികളെ ലാളിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതുമാണ്. വൃദ്ധരായ മാതാപിതാക്കളെ കരുതലോടെ വാത്സല്യത്തോടെ പരിഗണിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടട്ടെ. തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കാം. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഉർബിയത്ത് ഒർബി സന്ദേശം പരിശുദ്ധ പിതാവ് അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്: ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്വീകാര്യതയുടെയും സ്നേഹത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും ക്ഷമയുടെയും സഹോദര ഐക്യത്തിൻ്റെയും സന്തോഷം പങ്കുവയ്ക്കുന്നതിൻ്റെയും മാനവരാശിക്ക് മുഴുവനുമുള്ള സമാധാനത്തിൻ്റെ ഉറവിടമായ ഒരു തൊട്ടിലായി കുടുംബത്തെ ഒരിക്കൽ കൂടി കണ്ടെത്തുവാനുള്ള ഒരു അവസരമായി ഈ ക്രിസ്തുമസ് മാറട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത് തോത്തോസ് യൂത്ത് കാറ്റഗിസം 5 minutes with Jesus.